ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ ഈ പോകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 8-8-16 പണി കിട്ടിയ യാത്രയാണ്. അതൊക്കെ ഞാൻ വഴിയെ ഞാൻ പറഞ്ഞുതരാം, എന്താ പണി എന്താണെന്നൊക്കെ കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട് തിരുനെൽവേലിയിലോട്ടാണ്. നമുക്ക് ഇന്ന് ഫർണിച്ചറിൻ്റെ ഡെലിവറി ആണ് കേട്ടോ. ഫർണിച്ചറിൻ്റെ ഡെലിവറി നമുക്കൊരു 3 കസ്റ്റമർ ഉണ്ട്. അപ്പോൾ മൂന്നിടത്തായിട്ട് ഇന്ന് തിരുനെൽവേലി 3 കസ്റ്റമറുടെ അവിടെ ഡെലിവറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ പണി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടേക്ക് എത്ര സ്ഥലങ്ങളാണ് വെറുതെ കിടക്കുന്നത് നോക്കിയേ. ഒരുപാട് സ്ഥലങ്ങളാണ്, ഏക്കർ കണക്കിന് സ്ഥലമാണ് ഞാൻ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ കിലോമീറ്റർ കണക്കിനാണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഒഴിഞ്ഞു കിടക്കുന്നത്. പറമ്പായിട്ടും ചെറിയ ചെറിയ കുറ്റിച്ചെടികളും മരങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഞാൻ തമിഴ്നാട് പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ മെയിൻ റോഡിൽ 2 സൈഡിൽ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. സത്യം പറയാലോ, ഞങ്ങൾ തലേ ദിവസം രാത്രി 10 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതാണ്. ഞങ്ങൾ പുറപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി 10-10:30 അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് രാവിലെ ഒരു 5-6 മണിയാകുമ്പോഴത്തേന് തിരുനെൽവേലി എത്താം. അവിടെ ഫസ്റ്റ് കസ്റ്റമർ ഡെലിവറിയും കഴിഞ്ഞ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴിഞ്ഞൊരു 12-1 മണിയാകുമ്പോൾ ഫ്രീ ആയി നൈറ്റ് തിരിച്ചൊരു 9 മണിക്ക് തിരിച്ച് നമുക്ക് എറണാകുളം എത്താമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ പകുതിക്ക് എത്തി എല്ലാം ഒറിജിനൽ കൊടുക്കണമല്ലോ, അതിന് വേണ്ടി എറണാകുളത്ത് നിന്ന് പേപ്പറെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പുക ടെസ്റ്റ് 2 ദിവസം മുന്നേ കഴിഞ്ഞായിരുന്നു. അപ്പോൾ സമയം 10:30 മണിയായിരുന്നു. ആ സമയത്ത് എവിടെയും കിട്ടിയില്ല. 24 ഹവറുള്ള പുക ടെസ്റ്റിൻ്റെതൊന്നും എവിടെയും പൊല്യൂഷൻ്റെതൊന്നും എവിടെയും കണ്ടില്ല. 2-3 സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയി നോക്കി. എവിടെയെങ്കിലൊക്കെ വേ ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ബൈക്കിൽ പോയി നോക്കുമ്പോൾ എവിടെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പോകുമ്പോൾ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി 10:30 മണിക്ക് ഞങ്ങൾ വണ്ടി എടുത്ത് പോകും. നമ്മളിതേ സുഹൃത്തുക്കളെ രാവിലെ 6 മണിക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഉച്ചക്ക് 12:30 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഴി കാണുമ്പോൾ എനിക്ക് പല തമിഴ് സിനിമകളും നമ്മുടെ ആക്ഷൻ മൂവീസൊക്കെയാണ് ഓർമ്മ വരുന്നത്. കള്ളന്മാരെ പിടിക്കാനും കള്ളന്മാരുടെ പിന്നാലെ പോലീസ് ഓടുന്നതൊക്കെ ഇതുപോലെ വഴിയിലൂടെ ഒരുപാട് തമിഴ് പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അത്രയും ഒരു വണ്ടി പോകാനും ഒന്നിനും പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി നിർത്തിയത്. കാരണം ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വണ്ടി വരത്തില്ല, വീടിൻ്റെ അകത്തോട്ട് അടുത്ത് വരെ കൂടി വരാൻ പറ്റത്തില്ല, അത്രയും ചെറിയ റോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ അവരുടെ വീട്ടിലുള്ള വഴിയാണ്. മറ്റുള്ള വീടുകളുടെ റൂമിൻ്റെ ഫ്രണ്ടിലൂടെയും കിച്ചൻ്റെ ഫ്രണ്ടിലൂടെയും ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെയാണ് മറ്റുള്ള വീട്ടിലോട്ടുള്ള വഴികൾ വരുന്നത്. എന്താ ചെയ്യുന്നത്, അവരുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് വീടിൻ്റെ അകത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ഐറ്റമാണ് ഇപ്പോൾ അവർ ഡെലിവറി ചെയ്തേക്കുന്നത്. ഇത് ഫസ്റ്റത്തെ ഐറ്റമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള കയറി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ച് തരും, വീട്ടിലെത്തിച്ച് ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യം കൂടി നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി പുലർച്ചെ ഇവിടെ എത്താമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പുക ടെസ്റ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് പെർമിറ്റ് ഇതെടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, ലാസ്റ്റ് പുനലൂർ ഒരു പുക ടെസ്റ്റിൻ്റെ ഷോപ്പ് കണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുന്ന ഷോപ്പ് കണ്ട് ഞങ്ങൾ അവിടെ സൈഡാക്കി. പുലർച്ചെ 3 മണിക്ക് അവിടെ നിർത്തി കാലത്ത് 8:30 വരെ അത് തുറക്കുന്ന വരെ ഞങ്ങൾ അവിടെ നിന്ന്. ഞങ്ങൾക്ക് അത് കാരണം 4-5 മണിക്കൂർ ഞങ്ങൾ അവിടെ വേസ്റ്റായി പോയി. ഞങ്ങളുടെ പ്ലാൻ എല്ലാം അവിടെ തെറ്റിപ്പോയി. ഞങ്ങൾ ഇവിടെ 6 മണിക്ക് എത്തുമെന്ന് വിചാരിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ 12:30 മണിക്കാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങനെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴോ വീടിൻ്റെ അങ്ങോട്ട് വണ്ടിയും കയറത്തില്ല, ഒന്നും കയറത്തില്ല. അവർക്കാണെന്ന് വെച്ചാൽ വഴി പറഞ്ഞു തരാനും അറിയത്തില്ല, അവർക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാനും അറിയത്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഓട്ടോക്കാരോടൊക്കെ അന്വേഷിച്ച്, നമ്മുടെ കയ്യിലാണെന്ന് വെച്ചാൽ ബഡാദോസ്തുമാണ്, അതാണെന്ന് വെച്ചാൽ എല്ലാ വഴിയിലൂടെയും കയറി പോകത്തുമില്ല. എങ്ങനെയൊക്കെയോ ഓരോ വഴിയിലൂടെ ഒക്കെ കുത്തിക്കയറ്റി ഓരോ സ്ഥലത്ത് കൊടുന്നിട്ട് നടന്ന് അന്വേഷിച്ച് ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ ഡെലിവറി ഈ 2-3 ഐറ്റമാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഇത് കണ്ട വഴി, ഇതൊക്കെയാണ് വഴി അവിടുത്തെ. അപ്പോൾ അടുത്ത ലൊക്കേഷൻ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പിന്നെ ഒരു ഫ്ലാറ്റ് ആയിരുന്നു. അത് നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ എളുപ്പമായി. ഫ്ലാറ്റിലെ ലൊക്കേഷൻ അടിച്ചു കൊടുത്തപ്പോൾ തന്നെ കിട്ടിയ സ്ഥലം കിട്ടി നമുക്ക്. അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അവർ പിന്നെ കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ അത് താഴെ വെച്ച് ഫിറ്റ് ചെയ്ത് സെക്യൂരിറ്റി എടുത്ത് ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് 6 മണിക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഡെലിവറി 8 മണിയൊക്കെ ആകുമ്പോൾ അതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ തിരുനെൽവേലി ഹലുവ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഒന്നിനും പറ്റിയില്ല. ഞങ്ങളുടെ പ്ലാൻ എല്ലാം അവിടെ നമുക്ക് ചീറ്റിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാൻ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളിത് 2ാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ലാമ്പാണ് കേട്ടോ, റൂമിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ വെക്കുന്ന ലാമ്പാണ്. അപ്പോൾ അത് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അവർ ആളില്ല, അവർ ഓഫീസിലാണ്. അപ്പോൾ താഴെ സെക്യൂരിറ്റി എടുത്ത് ഏൽപ്പിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഞങ്ങളിത് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. ഫിറ്റ് ചെയ്തിട്ടൊക്കെ വർക്കിംഗ് ആക്കിയിട്ട് വേണം അവരുടെ അടുത്ത് കൊടുക്കാൻ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്.
ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, കൂടെ ലിങ്കും ഉണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും വീട്ടിലെത്തിച്ച് ഇതുപോലെ ഫിറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. 1-2 സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോയി അവിടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് വന്നു തന്നെ ആയിരുന്നു. അതിൽ പ്രധാനമായിരുന്നു നമ്മുടെ തിരുനെൽവേലി ഹൽവ. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ സമയവും ഒന്നും അതിന് പറ്റിയതായിരുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് ഫ്രീ ആയപ്പോൾ തന്നെ നൈറ്റ് ആയിപ്പോയി. ഞങ്ങൾ 12 മണിക്കൊക്കെ ഫ്രീ ആവുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സമയം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക കാരണം ഞങ്ങൾ ഇവിടുന്ന് ഫ്രീ ആകുമ്പോൾ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ വിചാരിച്ച സ്ഥലങ്ങളിലോട്ട് പോകാനും പറ്റിയില്ല, തിരുനെൽവേലി ഹൽവ കഴിക്കാനും പറ്റിയില്ല. അതിൻ്റെ വിഷമം ഒരുപാടുണ്ട് ഗൈസ്. ഇനി എന്തായാലും അടുത്ത വരവിൽ എന്തായാലും അത് കഴിക്കണം എന്നുള്ള വാശിയോടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഡെലിവറിയും കഴിഞ്ഞ് 3ാമത്തെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഇൻകം ടാക്സ് ഓഫീസാണ്. അതിൻ്റെ ബാക്ക് വശത്താണ് വീട് എന്നാണ് ബില്ലിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ അവർ ബാക്ക് വശത്താണ്, പക്ഷേ ആ ബാക്ക് വശത്തേക്കുള്ള വഴി കുറച്ച് ബാക്കിലാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതങ്ങനെ ചുറ്റി തിരിഞ്ഞ് വന്ന് വീട്ടിലോട്ട് എത്തി. വീടൊരു കൊട്ടാരം തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷയിലപ്പുറമായിരുന്നു വീട്. വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഐറ്റം ചെടികളും കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ. അത് തന്നെ നമുക്കൊരു 2 ദിവസം കാണാനുണ്ടായിരുന്നു. നല്ല അടിപൊളി വീട്, നല്ല സെറ്റപ്പിൽ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ സോഫ നിങ്ങൾ ഈ കാണുന്ന സോഫ അവർ എറണാകുളത്ത് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്താണ്. കസ്റ്റമറോട് ഒരുപാട് നല്ല കസ്റ്റമർ ആയിരുന്നു. ഒരുപാട് നേരം സംസാരിച്ച് അവർ എറണാകുളത്ത് വന്നിട്ട് ഡയറക്റ്റ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത സോഫയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത്. ഞങ്ങളുടെ അല്ല കേട്ടോ, അത് വേറെ കമ്പനിയിൽ നിന്നാണ്. അത് ഇമ്പോർട്ടൻറ്റ് സോഫയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സോഫയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റോറേജ് സൈസും വരുന്നുണ്ട്, സ്റ്റോറേജ് ഇല്ലാത്തതും വരുന്നുണ്ട്. ഇത് വിത്തൗട്ട് സ്റ്റോറേജ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഇനി അടുത്തതുള്ളവർക്ക് ലോങ് ചെയർ ആണ് കേട്ടോ. ഇതാണ് ലോങ് ചെയർ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ വെക്കുന്ന റൗണ്ട് പഫാണ് ഈ കൊണ്ടുപോകുന്നത്. നമ്മൾ ചെയറിൻ്റെ സൈഡിലൊക്കെ മൊബൈൽ വെക്കാനും അതൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. സെൻറ്ററിലൊക്കെ വെക്കാം കേട്ടോ. കോഫി ടേബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം കറയായി പോവും. സൈഡിലൊക്കെ ചെയറിൻ്റെ സൈഡിലൊക്കെ വെക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചെടികളും കാര്യങ്ങളാണ്. ഇത് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആണെന്ന് വിചാരിച്ചാൽ ഫുള്ള് എടുത്തിട്ടില്ല. ഏതായാലും ഇത് ഓപ്പൺ ചെയ്ത് ഫിറ്റ് ചെയ്ത് തന്നെ ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ സമയത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്കൊന്ന് കാണിക്കാൻ വിചാരിച്ചൊന്ന് ക്യാമറ തിരിച്ചു എന്നുള്ളൂ. ഒരുപാട് ചെടികളാണ് അവിടെ ഉള്ളത്. ഒരുപാട് ഐറ്റം പാത്രങ്ങളുണ്ട്, ചെടിച്ചട്ടികൾ, പല ഐറ്റം ചെടിച്ചട്ടികളാണ്. പല വെറൈറ്റി ചെടിച്ചട്ടികളുണ്ട്. അതിലാണ് ഓരോ ചെടികൾ വെച്ചേക്കുന്നത്. അതന്നെ കാണാൻ നല്ല രസമായിരുന്നു. ഓരോ മൃഗങ്ങളുടെ ഷേപ്പിലൊക്കെ ആയിരുന്നു ഓരോ ചെടിച്ചട്ടികൾ. പുലിയും കടുവയും ആനയും പല രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടാറുണ്ട്. അതൊന്നും എടുത്തില്ല, കുറച്ചെടുത്ത് നിങ്ങളിലോട്ട് കാണിച്ചു. അപ്പോഴേക്കും നമ്മുടെ പയ്യന്മാർ ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലോങ് ചെയർ ആണ്. അത് മുകളിലോട്ട് വെക്കാൻ അവർ പറഞ്ഞ്. അപ്പോൾ അത് അവർ മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ താഴത്തുനിന്ന് ബാക്കിയുള്ള സാധനങ്ങൾ ഞാനും കൈ പിടിച്ചിട്ട് മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ അവരാദ്യം കയറി പോട്ടെന്ന് വിചാരിച്ച് ഞാൻ താഴെ നിന്ന്. ചെയർ വെക്കേണ്ട യഥാർത്ഥ സ്ഥലത്തല്ല കേട്ടോ ഇത് വെച്ചേക്കുന്നത്. ജസ്റ്റ് ആ റൂമിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. കാരണം ആ റൂം അവരെന്തോ വൃത്തികളായിട്ട് കിടക്കാമെന്ന് പറഞ്ഞ്. അത് കുഴപ്പമില്ല, പുറത്ത് വെച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അങ്ങനെ പുറത്ത് വെച്ച്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഏതാ ടെമ്പിൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഏത് ടെമ്പിളാണെന്നൊന്ന് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം ഞങ്ങൾക്ക് അവിടെ നിർത്തി അന്വേഷിക്കാനൊന്നും പറ്റിയില്ല. അത്രയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ തിരക്കുകളും ബ്ലോക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും അതിൻ്റെ വിലയും ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.